ഹായ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ചെയിൻ സ്റ്റിച്ച് പഠിപ്പിക്കാനാണ് കേട്ടോ. ചെയിൻ സ്റ്റിച്ച് ആണ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയിൽ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നത്. ഇനി അടുത്ത് നമ്മൾ ഡബിൾ സ്റ്റിച്ചാണെന്ന് ഇപ്രാവശ്യത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ നേരത്തെ പഠിപ്പിച്ച് തന്നിരുന്ന നമ്മുടെ പിടിക്കേണ്ട രീതിയും ചെയിൻ സ്റ്റിച്ചും അറിയാലോ എന്ന് നമുക്ക് പഠിക്കാം. അതിനായിട്ട് ഫസ്റ്റത്തെ നമ്മുടെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫസ്റ്റ് മുടഞ്ഞെടുക്കുക. ഇതാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തെ ചെയിൻ സ്റ്റിച്ചിൽ ചെയ്ത് തന്നതല്ലേ. അടുത്തായി ഡബിൾ സ്റ്റിച്ചാണ്. അതിനായിട്ടുള്ള ഡബിൾ സ്റ്റിച്ചിന് വേണ്ടിയിട്ടുള്ള നൂല് ഇങ്ങനെയാണ് പിടിക്കുക. അടുത്തതായിട്ടുള്ള ഹുക്ക് നമ്മൾ ഇങ്ങോട്ടിടുക. കെട്ടറിയാലോ നിങ്ങൾക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത്. അറിയാൻ ഒരു തിരിക്കണം. ഈ മാജിക് റൗണ്ടൊക്കെ ഉണ്ടാവും കേട്ടോ, അത് നമ്മൾ വേറെ ഐറ്റംസിനാണ്. ഇത് ചെയ്യുമ്പോഴാണ് ഇങ്ങനൊരു പ്രശ്നം. ഡബിൾ സ്റ്റിച്ചിന് ഫസ്റ്റത്തെ സ്റ്റെപ്പ് നമ്മൾ എങ്ങനെ ചെയ്യണം എന്നതാണ്. ചെയിൻ സ്റ്റിച്ചാണ് ഫസ്റ്റത്തെ സ്റ്റെപ്പ്. അതുകൊണ്ടാണ് ആദ്യം തന്നെ ചെയിൻ സ്റ്റിച്ചാണ് പഠിക്കേണ്ടത്. ഇനി നമ്മൾ ഇത് സാധാ തുന്നുന്ന പോലെ എടുത്ത് തുന്നുക. ഇതുപോലെ സാധാരണ നമ്മൾ ചെയിൻ സ്റ്റിച്ച് തുന്നുന്ന പോലെ ക്രോഷി ഇങ്ങനെ ഞാൻ ആക്കിയിട്ട് ഇപ്പം വരാം. അങ്ങനെ നമ്മൾ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ, കണ്ടോ. ഇനി നമ്മൾ ഡബിൾ സ്റ്റിച്ചാണ് ചെയ്യാൻ പോണത്. അതിനായിട്ടുള്ള ലൂപ്പ് നമ്മൾ എങ്ങനെയാണെന്ന് കാണിച്ചിട്ടാണ്. ഫസ്റ്റത്തെ ലൂപ്പ് നമ്മൾ തിരിച്ചു കൊടുക്കണം. ഒറ്റൊന്നായിട്ട് ഇങ്ങനെ ഞാൻ പറഞ്ഞിട്ടാ ഇങ്ങനൊരു തിരിച്ചിരിക്കണം. എന്നിട്ട് നാലാമത്തെ ലൂപ്പിലേക്ക് 1 2 3 4 നാലാമത്തെ ലൂപ്പിലേക്ക് ഇട്ട് കൊടുക്കണം. നാലാമത്തെ ലൂപ്പിലേക്ക് അത് കയറ്റി കൊടുക്കണം. എന്നിട്ട് അപ്പോൾ ഇതിൻ്റെ മുകളിലായിട്ട് നമുക്കിത് 3 ലൂപ്സ് കാണാം. 1 2 3. ആദ്യത്തെ 2 ലൂപ്സ് 1 2 ലൂപ്സിനുള്ളിലൂടെ വലിച്ചു കൊടുക്കുക. 2 ലൂപ്സിൻ്റെ ഉള്ളിലൂടെ ഇത് വലിച്ചു കൊടുക്കണം. 2 ലൂപ്സിനുള്ളിലൂടെ വലിച്ചു കൊടുക്കണം. അപ്പോൾ ഇതിൻ്റെ മുകളിലായിട്ട് 2 ലൂപ്സ് ഉണ്ടാവും. 1 2 ലൂപ്സ് ഉണ്ടാവും. ആ 2 ലൂപ്സിൻ്റെ ഉള്ളിലൂടെയും കൂടി ഒന്ന് വലിച്ചു കൊടുക്കാം. അപ്പോൾ ഒരു ഡബിൾ ക്രോഷി ആയി. ഇനി രണ്ടാമത്തെ ഡബിൾ ക്രോഷി ചെയ്യാം. അപ്പോൾ ഒരു ഇതിങ്ങനെ ആക്കുക. എന്നിട്ട് നാലാമത്തേലേക്ക് ഇടണ്ട, ഫസ്റ്റത്തിലേക്ക് ഇടാം. കാണുന്നുണ്ടോ? ഫസ്റ്റത്തേക്ക് ഇടാം. ഫസ്റ്റത്തിലേക്ക് ഇടുമ്പോൾ ഫസ്റ്റത്തേക്ക് ഇടുക. അപ്പോൾ നേരത്തെ പോലെ 3 ലൂപ്സ് ഉണ്ടാവും. കണ്ടോ, 3 ലൂപ്സ് ഉണ്ട്. ആ 3 ലൂപ്സത്തെ 2 ലൂപ്സിലൂടെ വലിച്ചു കൊടുക്കണം. നിങ്ങൾക്കത് കാണുന്നുണ്ടോ? 2 ലൂപ്സിലൂടെ കൂടെ വലിച്ചു കൊടുക്കുക. അപ്പോൾ ബാക്കി വീണ്ടും 2 ആയിരിക്കും. 1 2. ആ 2 ലൂപ്സിലൂടെയും വലിക്കുക. അപ്പോൾ ഇത്രയും രണ്ടാമത്തെ ഡബിൾ ക്രോഷി. ഇനി മൂന്നാമത്തെ ഡബിൾ ക്രോഷി, അതും ഇതുപോലെ തന്നെ ഒരു തിരിക്കുക. ഫസ്റ്റത്തേലേക്ക് ഇടുക. അവിടെ 3 ലൂപ്പ് ഉണ്ടാവും. 3 ലൂപ്പത്തെ 2 ലൂപ്സിലുള്ള കൂടെ വലിച്ചു കൊടുക്കുക. ബാക്കി 2, ആ ബാക്കി 2ൻ്റെ ഉള്ളിൽ കൂടെയും കൂടി വലിച്ചു കൊടുക്കുക. അപ്പോൾ 1. അങ്ങനെ നമ്മൾ 1 2 3 4 ഡബിൾ ക്രോഷി ചെയ്തിട്ടുണ്ട്. കണ്ടോ, ഇതാണ് ഡബിൾ ക്രോഷി. കണ്ടോ, നമ്മൾ അത്രയും ചെയ്തിട്ടുണ്ട്. അതേപോലെ നമ്മൾ ഇതെങ്ങനെയാണ് ചെയ്യുക, അതേപോലെ
ബോയ് എങ്ങനെയാണ് ചെയ്യുക കണ്ടു ബോയ് എങ്ങനെയാണ് ചെയ്യുക എന്നുള്ള വീഡിയോസൊക്കെ ഇനി ത്രിബിൾ സ്ക്രോഷി ചെയ്ത് കഴിഞ്ഞിട്ടായിരിക്കും അടുത്തത് ഇത് സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്ന വീഡിയോസ് ഇടുക. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഞാൻ പഠിപ്പിച്ചു തന്നത് ചെയിൻ സ്റ്റിച്ചും ഡബിൾ സ്റ്റിച്ചും നിങ്ങൾക്ക് നല്ലോണം മനസ്സിലായെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇതാണ് നമ്മുടെ ഡബിൾ ക്രോഷി കേട്ടോ. ഇനി അടുത്ത ത്രിബിളായിരിക്കും അടുത്ത് പഠിപ്പിക്കുക. ഓക്കെ, അത് കഴിഞ്ഞിട്ട് സാധനങ്ങൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ.